പ്രൈസ് ഗോഡ്. കാരുണ്യവാനായ കർത്താവിന്റെ നാമത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസീദാസന്മാർക്ക്, ദൈവജനത്തിന് ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരുമിച്ച് നാം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹ കാരണമാകുമല്ലോ. ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ശാരീരിക രോഗങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ആവശ്യമായ സൗഖ്യവും സമാധാനവും വേണ്ട സമൃദ്ധിയും എല്ലാ നിലകളിലും നൽകി കർത്താവിൻ്റെ നാമത്തെ മഹത്വീകരിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിരുനാമം ഇന്ന് രാത്രിയിലും മഹത്വമെടുക്കട്ടെ. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലൂടെയുള്ള ഒരു യാത്രയാണല്ലോ നാം ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നടത്തുന്നത്. 20-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ചില പ്രത്യേക വിഷയങ്ങളെ എടുത്ത് പഠിച്ചു. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പുകൾ, വിവിധ ഉയർപ്പുകൾ ഉള്ളതുകൊണ്ടാണ് ബഹുവചനത്തിൽ. അതുപോലെ വിവിധ ന്യായവിധികൾ, പിന്നെ ഗോഗ് യുദ്ധം നാം നേരത്തെ തന്നെ പഠിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച, സാത്താന്റെ ശിക്ഷാവിധി, അതും നമ്മൾ നേരത്തെ 12-ാം അധ്യായം പഠിച്ചപ്പോൾ തന്നെ ആ കാര്യങ്ങളെ പഠിച്ചിരുന്നത് കൊണ്ട് ഒത്തിരി വിശദീകരണത്തിലേക്കൊന്നും നമ്മൾ പോയില്ല. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ചിതറിക്കിടക്കുന്ന, നമ്മുടെ മറ്റു വിഷയങ്ങളിൽ പെടാതെ കിടക്കുന്ന ചില പ്രയോഗങ്ങളും ചില വിഷയങ്ങളുമാണ്. അതിൽ നമ്മൾ ശനിയാഴ്ച നോക്കിയത് പ്രത്യേകിച്ചും 3 പദങ്ങളായിരുന്നുവല്ലോ. 20-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് അതിൻ്റെ 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും നമ്മൾ എടുത്ത് പഠിക്കുകയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേൽപ്പിനും ന്യായവിധിക്കും വേണ്ടി വിട്ടുകൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നാം ആ ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെയൊക്കെ സാധ്യത അർത്ഥങ്ങളെയാണ് മനസ്സിലാക്കിയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മരണത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു. അപ്പം ആ ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുവെങ്കിൽ ചോദിക്കാവുന്നതാണ്. So we have been discussing about verses 13 and 14 from chapter 20 of Revelation, where we dealt with the themes of death, Hades or Sheol, and see death and Hades returning the dead. That means now the dead people are no more under the rule of death or Hades, or even their bodies are no more on this world or this earth. That is the simple meaning. അവിടെയുള്ള സാധാരണപ്പെട്ട അർത്ഥം നമ്മൾ കണ്ടുവല്ലോ. ഇനിയും
മരിച്ചവരാരും മരിച്ചവരായി കിടക്കുന്നില്ല. മരിച്ചവരുടെ ആരുടെയും ശരീരം ഇനിയും ഭൂമിയിൽ ശേഷിക്കുന്നില്ല, കരയിലോ കടലിലോ എങ്ങും. അതുപോലെ ഇനിയും മരണത്തിന് ആരുടെ മേലും ശക്തിയില്ല. പാതാളത്തിൽ ആരും സൂക്ഷിക്കപ്പെടുന്നില്ല. അവിടെ കിടന്നിരുന്ന ആത്മാക്കളുടെ എല്ലാം മോചനം നടന്നു. മോചനം എന്നതിൻ്റെ അർത്ഥം ഇവിടെ ശരീരത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നു. അവരുടെ ശാരീരിക പുനരുത്ഥാനം നടന്നു. അതിനു മുമ്പ് ശരീരം ഒരിടത്ത്, ആത്മാവും ദേഹിയും മറ്റൊരിടത്ത്. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് ആയിരിക്കുന്നു. നോ മോർ ഡെഡ്. ഇനിയും മരിച്ചവർ ആരുമില്ല. എല്ലാവരും ശാരീരികമായി പുനരുത്ഥാനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അവിടുത്തെ അർത്ഥം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നുമില്ല എന്ന് മൗനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കട്ടെ. എങ്കിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് 14-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. വേഴ്സ് നമ്പർ 14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഡെത്ത് ഓഫ് ഡെത്ത്, മരണത്തിന്റെ മരണമാണ് ഇവിടുത്തെ പരാമർശം. അതിൻ്റെയും അർത്ഥം ഏറ്റവും സരളമായിട്ട് ഇത്രയേ ഉള്ളൂ: ഇനിയും മരണമില്ല. Just personifying here death and Hades. That's all. The simple meaning here is no more death, and therefore no more Hades. The use of Hades is over. Now the Hades is not at all needed, and also death is removed. അവിടുത്തെ അർത്ഥം അത്രേ ഉള്ളൂ: മരണം നീങ്ങി, ഇനിയും ആരും മരിക്കുകയില്ല. ഇനിയും ആരും മരിക്കുകയില്ല. കാരണം മരണത്തിന് അധികാരമുള്ളത് ഈ ജഡശരീരത്തിൽ മാത്രമാണ്. ഈ ജഡശരീരത്തിൽ. ജഡശരീരത്തിൽ വസിക്കുന്നവരാരും ഇനിയില്ല. Now no one is in physical body, and therefore death has no power. മരണം അല്ലെങ്കിൽ അതിന് പ്രവേശിപ്പാൻ കഴിയുമായിരുന്നത് ഈ ജഡത്തിലാണ്, ഭൗതിക ശരീരത്തിലാണ്. ഇനി ഭൗതിക ശരീരത്തിലുള്ളവരാരും ഇല്ല. സകലരുടെയും ശരീരത്തിന് രൂപാന്തരം വന്നു. അമർത്യമായ ശരീരം എല്ലാവർക്കും ലഭിച്ചു. അതെ, നമ്മൾ കേട്ടത് ശരി തന്നെയാണ്. സ്വർഗത്തിൽ പോകുന്നവർക്കും നരകത്തിൽ പോകുന്നവർക്കും രണ്ടു കൂട്ടർക്കും ലഭിക്കുന്ന ശരീരം അമർത്യമായ ദേഹം തന്നെയാണ്. Both the parties, whether occupying eternal life in heaven with God or
eternal condemnation in hell. Both are now in immaterial, immortal, incorruptible body. സ്വർഗത്തിലേക്ക് പോകുന്നവരായാലും നരകത്തിലേക്ക് പോകുന്നവരായാലും ദൈവത്തോട് കൂടെ വസിക്കുന്നവരായാലും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരായാലും ഇരുകൂട്ടർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ശരീരം അമർത്യമായതാണ്, അദ്രവത്വമുള്ളതാണ്, മരണമില്ലാത്തതാണ്. സ്തോത്രം. സ്വർഗത്തിലെ നിത്യജീവന്റെ അവകാശികളുടെ ശരീരവും തീപ്പൊയ്കയിലെ അല്ലെങ്കിൽ നരകത്തിലെ നിത്യ നാശത്തിൽ പതിക്കുന്നവരുടെ ശരീരവും തമ്മിലുള്ള തുല്യത അഥവാ സാമ്യം എന്ന് പറയുന്നത് രണ്ടും അനശ്വര ദേഹങ്ങളാണെന്നുള്ളതാണ്. രണ്ടും അനശ്വരമാണ്. രണ്ടിന്റെയും അസ്തിത്വം സദാകാലത്തേക്കുമാണ്, അനന്തകാലത്തേക്കാണ്. ഇതാണ് അവ തമ്മിലുള്ള സാമ്യം. The similarity of the resurrected body of the saints and the wicked is this: both are imperishable body. Both conditions are now eternal. No change, no transit, whether in heaven or in hell. അപ്പോൾ ഈ രണ്ട് ദേഹങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വിശുദ്ധന്മാരും അല്ലെ നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള സാമ്യം ഈ ഒരൊറ്റ സാമ്യമേ ഉള്ളൂ. രണ്ടുപേരും, രണ്ട് കൂട്ടരും നിത്യ സ്വഭാവമുള്ളവരാണ്. സ്വർഗത്തിലും നിത്യ സ്വഭാവമാണ്, നരകത്തിലും നിത്യ സ്വഭാവമാണ്. അതാണ് അവ തമ്മിലുള്ള സാമ്യം. ബാക്കിയുള്ളതിലൊക്കെ വ്യത്യാസമുണ്ട്. തേജസ്സും സാന്നിധ്യവും അവിടുത്തെ അനുഭവങ്ങളും എല്ലാം വ്യത്യാസമാണ്. ഈ ഒരു സാമ്യം മാത്രം അവിടെയുണ്ട്. അപ്പൊ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം മരണം മാറി. ഇനിയും മരണത്തിന് ആരെയും കൊല്ലുവാൻ അധികാരമില്ല. മരണം എന്ന പ്രതിഭാസം തീർന്നു. മരണം ലോകത്തിലേക്ക് കടന്നത് നമുക്കറിയാം പാപം നിമിത്തമാണ്. മനുഷ്യന്റെ പാപം നിമിത്തമാണ്, കൽപ്പനാലംഘനം നിമിത്തമാണ്, ദൈവത്തോടുള്ള മത്സരം നിമിത്തമാണ് മരണം മനുഷ്യനിലേക്ക് പ്രവേശിച്ചതെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ടായിരുന്നു ദൈവം പറഞ്ഞത്, ഈ പഴം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ പാപം നിമിത്തം അല്ലെങ്കിൽ ഏകന്റെ അനുസരണക്കേടിനാൽ മരണം ലോകത്തിൽ കടന്നു എന്ന് നാം ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് എടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനത്തിലാണല്ലോ. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നാം അതേക്കുറിച്ച് വിവരിച്ച് കാണുന്നുണ്ട്. സ്തോത്രം. റോമർ 2:17 ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ മനുഷ്യൻ ആ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചു. അതുകൊണ്ട് മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. റോമൻസ് 5:12, റോമർ 5:12 വാക്യം. Therefore, just as sin came into the world through one man, and death through sin, and so death spread to all men because all sinned. മരണം ആ ആദാം എന്ന ഏകൻ മുഖാന്തരം ലോകത്തിലേക്ക് കടന്നു.
ആ ആദാമിന് ജനിച്ചവരാണ് സകല മനുഷ്യരും എന്നതുകൊണ്ട് സകല മനുഷ്യരിലേക്കും ആ മരണം പ്രവേശിച്ചു. വേഴ്സ് 14, 14 വാക്യം. നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ചതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. 14. Yet death reigned from Adam to Moses, even over those whose sinning was not like the transgression of Adam, who was a type of the one who was to come. ആദാമിന് തുല്യമായി നമ്മൾ ആരും പാപം ചെയ്തവരല്ല എന്ന് 3-4 ദിവസം മുമ്പും നമ്മൾ പഠിച്ചിരുന്നു. എങ്കിലും പാപം ചെയ്ത് മരണത്തിന് കീഴ്പ്പെട്ടു പോയ ആദാമിന് ജനിച്ചവരായതുകൊണ്ട് നമ്മിലും എല്ലാവരിലും മരണം പടർന്നിരുന്നു. വേഴ്സ് 17. For if, because of one man's trespass, death reigned through that one man, much more will those who receive the abundance of grace and the free gift of righteousness reign in life through the one man, Jesus Christ. 21 also, 21 കൂടെ. So that as sin reigned in death, grace also might reign through righteousness, leading to eternal life through Jesus Christ our Lord. Praise God. Here, Paul the Apostle is comparing the first Adam and the last Adam. What entered into the world and spread over the humanity through the first Adam and the last Adam. This comparison is going on in this portion. നമുക്കറിയാം, ആദ്യത്തെ ആദാമും ഒടുക്കത്തെ ആദാമും. ഒന്നാമത്തെ ആദാം നമ്മൾ ആദാം എന്ന് വിളിക്കുന്ന ആദാം തന്നെ, നമ്മുടെ വല്യപ്പച്ചൻ. The first man created. ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ ആദ്യ മനുഷ്യൻ. ലാസ്റ്റ് ആദം, ഒടുക്കത്തെ ആദം, കർത്താവായ യേശുക്രിസ്തു. തമ്മിലുള്ള ഒരു താരതമ്യമാണ് പൗലോസ് ഈ ഭാഗങ്ങളിൽ നടത്തിയത്. ഒരു വ്യത്യാസം മാത്രം. ഒന്നാമത്തെ ആദാമായ മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം നമ്മൾ അറിയാതെ തന്നെ, മനഃപൂർവമല്ലാതെ തന്നെ പാപത്തിലാണ് ജനിച്ചത്. എന്നാൽ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് പരിപാടി യേശുക്രിസ്തുവിൽ നടക്കുന്നില്ല എന്ന് മാത്രം. ആ വ്യത്യാസം അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ആദാമിൽ, അല്ലെങ്കിൽ ആദാം പാപം ചെയ്തിട്ട് എന്തിനൊക്കെ അവൻ അർഹനായോ അതൊന്നും നമുക്ക് പ്രാപിക്കേണ്ടതിന് മനഃപൂർവമായിട്ടൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. താനേ അതൊക്കെ നമുക്ക് ആദാമിന്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അങ്ങനെ യേശുക്രിസ്തു മരിച്ചതുകൊണ്ട്, ക്രിസ്തു വന്നതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് യേശുക്രിസ്തുവിന്റെ ജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വരുന്നില്ല. അതാണ് നാം അതിന്റെ 16 വാക്യത്തിൽ വായിക്കുന്നത്. വേഴ്സ് നമ്പർ 16 പ്ലീസ്. 5:16 റോമൻസ് 5:16. And the free gift is not like the result of that one man's sin. ഒന്ന് നിൽക്കണേ ആന സിസ്റ്റർ. See, there Paul is very much clear. It's not Paul, the Bible is very much clear. ഇവിടെ ബൈബിൾ വ്യക്തമാക്കുന്നു, രണ്ടും ഒരുപോലെയല്ല. എന്ത് രണ്ടും ഒരുപോലെയല്ല? ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും
ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. സ്തോത്രം. പ്ലീസ് Annie sister. For the judgment following one trespass brought condemnation, but the free gift following many trespasses brought justification. Praise God. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. സ്തോത്രം. അവിടെ here the apostle is making a comparison. In comparison, as we know, there is similarity and differences. രണ്ടുണ്ട്. സാമ്യവും വ്യത്യാസവും എടുത്തു പറയുന്നതിനാണല്ലോ താരതമ്യം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ താരതമ്യം ചെയ്യുക. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ദാനം യേശുക്രിസ്തുവിൽ കൂടെ, പാപം ചെയ്തതിന്റെ ഫലം ആദമിലൂടെ. അതാണ് പറഞ്ഞത്, ആദാം പാപം ചെയ്തതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് താനെ സ്വതവേ ആദാമിന് ജനിച്ചതുകൊണ്ട്, ആദാമ്യ വർഗത്തിൽ ജനിച്ചതുകൊണ്ട് ആദാമിന്റെ പാപത്തിന് പങ്കാളികളായി മരണത്തിനും ശാപത്തിനും ശിക്ഷയ്ക്കുമെല്ലാം നാം അറിയാതെ തന്നെ അർഹരായി. എന്നാൽ അതുപോലെയാണോ ദാനം, രക്ഷ? അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഇല്ലാതിരുന്നേനെ. സ്തോത്രം. ആദാമിന്റെ പാപം മനുഷ്യജാതിയിലേക്ക് വ്യാപിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ കൃപാദാനം, നീതിദാനം, രക്ഷാദാനം നമ്മിലേക്ക്, മനുഷ്യരിലേക്ക് അങ്ങ് വ്യാപരിക്കുകയായിരുന്നെങ്കിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജനിക്കുന്ന, ഒരു വിശ്വാസിക്ക് ജനിക്കുന്ന മക്കൾക്ക് പിന്നെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. സ്തോത്രം. So this is what we read in this verse number 16, that there is a difference between these two things. എന്തൊക്കെയാണ് ഡിഫറൻസ് between the sin and death reigning from Adam all through the generations, simply because we are born in Adamic line. But in that way, the grace, the righteousness, or the salvation Jesus wrought forth on the cross are not passing through generation to generation passively. That is the difference between these two things. പലരും ഈ വാക്യം വായിക്കുമ്പോൾ സംശയം തോന്നാറുണ്ട്. രണ്ടും ഒരുപോലെയല്ല. അതെന്താ? ഇതാണ് ആ വ്യത്യാസം. സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വിശ്വാസിയുടെ മക്കൾക്ക് രക്ഷിക്കപ്പെടേണ്ടതായി വരില്ലായിരുന്നു. എന്നാൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ കൂടെ അത് നമുക്ക് സ്വന്തമാകണമെങ്കിൽ
ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഓരോ വ്യക്തിയും വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കണം. ജോൺ 5:24, യോഹന്നാൻ 5:24. Truly, truly, I say to you, whoever hears my word and believes him who sent me has eternal life. He does not come into judgment, but has passed from death to life. It is not a universal passive transmission to the humanity. Eternal life, justice, righteousness, forgiveness, they are not transmitted to humanity passively as sin entered into this world. മനസ്സിലായോ? യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവനും നീതീകരണവും പാപക്ഷമയും രക്ഷാനുഭവവും തലമുറകളായി അല്ലെങ്കിൽ മനുഷ്യജാതിയിലേക്ക് ഒരുവനിൽ നിന്നും മറ്റൊരുവനിലേക്ക് സ്വയമേവ കടന്നു ചെല്ലുന്നില്ല, സ്വയമേവ വ്യാപരിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തുവിന്റെ മരണം യൂണിവേഴ്സൽ, സാർവലൗകികമായിരുന്നു. പക്ഷേ അതിനൊരു വ്യവസ്ഥ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്താ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്? എന്താണ് വ്യവസ്ഥ? Hear his word and believe him. യെസ്, സ്തോത്രം. വ്യക്തിപരമായി ഓരോരുത്തനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. സ്തോത്രം. വ്യക്തിപരമായി ഓരോരുത്തനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. സ്തോത്രം. Okay, can you please explain the second part of verse 16 of Romans 5? What does many offenses mean? Are they our sins? Of course, they are a common usage for sin and multiple sins. In the Bible, these two usages are to be noted: sin and sins. Sin denoting to the original sin of man, by which all humanity became sinners. Sins in plural sense are individual sins that we commit. So here, many offenses denoting to human sins. പാപം, പാപങ്ങൾ എന്ന രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. പാപം എന്ന ഏകവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിച്ചല്ലോ. ഏകൻ പാപം ചെയ്തതിനാലോ, അത് ആദാം ചെയ്ത പാപത്തെയാണ് പാപമെന്ന ഏകവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാപങ്ങൾ എന്നത് മനുഷ്യൻ ചെയ്തുകൂട്ടിയ പാപങ്ങളാണ്. വ്യത്യാസം മനസ്സിലാക്കാണല്ലോ. പാപം എന്ന ഏകവചന പ്രയോഗം ആദാമിന്റെ ലംഘനത്തെ കാണിക്കുന്നു. പാപങ്ങൾ എന്ന ബഹുവചന പ്രയോഗം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങളെ കാണിക്കുന്നു, നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവങ്ങളെ കാണിക്കുന്നു. ഓക്കെ, so sin is about the original sin of
man, Adam's breaking of the commandment, and sins are our personal multiple sins in our nature, in our deeds, and in our lives. Okay. So this sin entered into humanity very automatically and passively, but that doesn't happen in the case of righteousness of God, forgiveness of sins, salvation from sin. And for attaining those things which Jesus brought, everyone has individually to believe and activate in his or her life. മനുഷ്യന്റെ ഏകന്റെ പാപം നിമിത്തമുള്ള അതിന്റെ പരിണിത ഫലങ്ങളെല്ലാം തന്നെ മനുഷ്യനിലേക്ക് സ്വയമേവ പ്രവേശിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ലഭ്യമാകുന്ന നീതീകരണവും രക്ഷയും വിശുദ്ധീകരണവും ശാപമുക്തിയും പാപമുക്തിയും ഒന്നും നമ്മിലേക്ക് സ്വയമേ പ്രവേശിക്കുന്നില്ല. അത് നമ്മിൽ പ്രായോഗികമാകേണ്ടതിന് ഓരോരുത്തരും വ്യക്തിപരമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എത്തുകയും വേണം. ഇല്ല എങ്കിൽ അത് യൂണിവേഴ്സാലിസം എന്ന ഒരു പാപമായിട്ട് മാറും, ദുരുപദേശമായിട്ട് മാറും. ആദാം പാപം ചെയ്തതുകൊണ്ട് നാം എല്ലാവരും പാപികളായതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് താനെ നാം എല്ലാവരും നീതിമാന്മാരാകുമായിരുന്നെങ്കിൽ നമുക്ക് വ്യക്തിപരമായി യേശുവിൽ വിശ്വസിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. സ്നാനപ്പെടേണ്ടി വരില്ലായിരുന്നു. വിശുദ്ധ ജീവിതം നയിക്കേണ്ടി വരില്ലായിരുന്നു. നമുക്കിങ്ങനെ വന്നിരുന്ന ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നു. വെറുതെ നമ്മളിങ്ങനെ ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലും ഒക്കെ ചർച്ചിൽ പോയിരുന്ന് സമയം കളയേണ്ടി വരത്തില്ലായിരുന്നു. സ്തോത്രകാഴ്ചയും ദശാംശമൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. ആ യേശു മരിച്ചല്ലോ, ഇനിയിപ്പം നമുക്ക് ആദാമിന്റെ പാപം ഇല്ല, അങ്ങനെ വരുന്നില്ല. അതിനാണ് ദൈവം വ്യവസ്ഥ വെച്ചത്. വിശ്വാസത്താൽ ഓരോരുത്തനും അത് പ്രാപിക്കണം. ആ വിശ്വാസത്താൽ മാത്രമേ ഇത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ നമ്മളിരിക്കുന്നിടത്തെല്ലാം നമുക്കൊന്നും കാണാനും കേൾക്കാനൊന്നും വയ്യ. നമുക്കിപ്പോൾ ആകെ കൂടെ പറ്റുന്നത് നമ്മുടെ സൂമിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, കാണാം. നമ്മൾ ചിലരൊക്കെ വീഡിയോ ഓൺ ആക്കിയും ഓഫ് ആക്കിയും ഇരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യാം. കാര്യം, നമ്മൾ ഈ സൂം ഐഡിയോട് പാസ്വേഡിലൂടെ ലോഗിൻ ചെയ്തിരിക്കുന്നു. ഇത് ലോകത്തെമ്പാടും നമ്മുടെ ഇപ്പോഴത്തെ ഈ സൂം മീറ്റിംഗ് എയർ ചെയ്തുകൊണ്ടിരിക്കുക. ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് കാണുകയും കേൾക്കുകയും ചെയ്യാം. പക്ഷേ ലോഗിൻ ചെയ്യണം. നമ്മുടെ സൂം ഐഡിയുമായിട്ട് അല്ലെ സൂമുമായിട്ട് ബന്ധിപ്പിക്കണം അവരുടെ ഉപകരണം. ഇതേ പ്രക്രിയ തന്നെ. അതേസമയം പാപത്തിന്റെ കാര്യത്തിലായിരുന്നെങ്കിലോ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ശ്വസിക്കാൻ പാസ്വേഡും ഐഡിയും ലോഗിനും ലോഗൌട്ടും ഒന്നുമില്ല. നമുക്ക് ശ്വാസം, ഇപ്പൊ നമുക്ക് പ്രാണവായു ഇതൊന്നും ഇല്ലാതെ കിട്ടുന്നത് പോലെ പാപം മനുഷ്യനിലേക്ക് അങ്ങനെയേ കടന്നു. എന്നാൽ നമുക്കിപ്പം ടി വിയിലെ
അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോട് അത് നമുക്ക് സെലക്ട് ചെയ്യണം, അത് നമുക്ക് വേണമെങ്കിൽ ആ പ്രത്യേക കാര്യപരിപാടിയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഐഡിയും പാസ്വേഡും ഒക്കെ കൊണ്ട് ബന്ധിക്കപ്പെടണം എന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്, സകല മനുഷ്യനും വേണ്ടിയാണ്, സകല മാനവജാതിക്കും വേണ്ടിയാണ്. ഒരുത്തനെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ ഫലം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തനും യേശുവിൽ വിശ്വസിക്കുകയും പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുകയും വേണം. അതാണ് നാം റോമർ 5 യോഹന്നാൻ 5 വായിച്ചത്. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവൻ. ബുദ്ധിപരമായ ഒരു അംഗീകാരമല്ലത്, പകരം ഇറ്റ് ഈസ് ട്രസ്റ്റിംഗ്, റിലൈയിങ് ഓൺ ക്രൈസ്റ്റ്. Personally, one has to rely on Jesus to be justified, to be saved, to enter into eternal life. സ്തോത്രം. 1 യോഹന്നാൻ 3:14 കൂടെ വായിച്ചോളൂ. 1 John 3:14. 1 John 3:14. We know that we have passed out of death into life because we love the brothers. Whoever does not love abides in death. That means to enter into eternal life, God has put something on demand, some conditions. നിത്യജീവൻ എല്ലാവർക്കും ഉണ്ട്, സകലർക്കും ഉണ്ട്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ദൈവം വെച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥയാണ് അനുസരണം, ഒബീഡിയൻസ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. That means faith is not something passive which doesn't demand an action, but it is very active, which positively demands an action. An action or act of obedience, act of reliance. വിശ്വാസത്തെ പലരും ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പലരും വിശ്വാസത്തെ കാണുന്നത്, പാസീവായിട്ട് അല്ല. അങ്ങനെയല്ല. പകരം അത് നമ്മിൽ നിന്നും ആക്റ്റീവായിട്ട് എന്തോ ആവശ്യപ്പെടുന്നുണ്ട്. എന്താ ആവശ്യപ്പെടുന്നത്? അനുസരണവും ആശ്രയവും ആവശ്യപ്പെടുന്നു. We need to obey God and also rely on Jesus, his death, his resurrection, his righteousness, his sinlessness. യേശുക്രിസ്തുവിന്റെ നീതിയിൽ, വിശുദ്ധിയിൽ, പാപരഹിത അവസ്ഥയിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൽ, പാപപരിഹാര യാഗത്തിൽ നമ്മൾ ആശ്രയിക്കുകയും ദൈവം നമ്മോട് പറയുന്നത് നാം അനുസരിക്കുകയും വേണം. അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയായാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ മാനവജാതിക്ക് ദൈവം ഒരുക്കിയ രക്ഷ നമുക്ക് സ്വന്തമാകും. ഇതുവരെ പറഞ്ഞത് വ്യക്തമായോ?
മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അർത്ഥം, ഇനിയും മരണമില്ല. മരണത്തിന് മനുഷ്യന്റെ മേൽ ഉള്ള അധികാരം, ശക്തി തീർന്നു, കുറയുകയല്ല, തീർന്നു. അതുകൊണ്ട് മരണത്തെ മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായി മാറ്റി. ഇതാണ് വെളിപ്പാട് 20-14 വാക്യത്തിന്റെ അർത്ഥം. ആ മരണം പാപം നിമിത്തമാണ് മനുഷ്യനിലേക്ക് കടന്നത്. അത് നിമിത്തം നാം എല്ലാവരും പാപികളായി. എന്നാൽ അതിന് പരിഹാരം ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കണ്ടിരുന്നു. എന്നാൽ പാപം എല്ലാവരിലേക്കും സ്വയമേ പടർന്നതുപോലെ ക്രിസ്തുവിന്റെ നീതിയോ നമ്മുടെ രക്ഷയോ പാപക്ഷമയോ സ്വയം മനുഷ്യനിലേക്ക് വ്യാപരിക്കുന്നില്ല. അതിന് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ദൈവവചനം അനുസരിക്കുകയും പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുകയും വേണം. എങ്കിൽ നമ്മൾ ഈ മർത്യമായ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവനിലേക്ക് കടന്ന അനുഭവം ഉണ്ടാകുന്നു എന്നാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കുഴച്ചുമറിച്ചിലുകൾ എന്തെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. സ്തോത്രം. ഓക്കെ, സ്തോത്രം. അപ്പൊ മരണത്തെ നീക്കി. മരണത്തിന്റെ നാരായ വേര്, സ്തോത്രം, മരണത്തിന്റെ റൂട്ട്, അതിന്റെ ആഴത്തിലിറങ്ങിയ വേര് കർത്താവ് നുള്ളിക്കളഞ്ഞത്, പിഴുതുകളഞ്ഞത് ക്രൂശിലാണ്. മരണത്തിന്റെ മേൽ ജയം കൊണ്ടാടിയത് ക്രൂശിലാണ്. സ്തോത്രം. പക്ഷേ that becomes effective only now. യേശുക്രിസ്തു ക്രൂശിലാണ് മരണത്തിന്റെ മേൽ ജയം കൊണ്ടാടിയതെങ്കിലും അത് പൂർണ്ണമാകുന്നത് ഇപ്പോൾ ആണ് എന്ന് മാത്രം. അതാണ് നാം വായിക്കുന്നത്. നമുക്കറിയാമല്ലോ, 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. 1 Corinthians 15:26. For as the death ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ആ വചനം ഇപ്പോൾ വെളിപ്പാട് 20-14 പൂർണ്ണമാവുകയാണ്. 2 തിമോത്തിയോസ് 2 Timothy chapter 1 and verse 10. 2 തിമോത്തിയോസ് 1:10. And which now has been manifested through the appearing of our Savior Christ Jesus, who abolished death and brought life and immortality to light through the gospel. So by the appearance of our Lord, our Savior Jesus, these things are brought in. What all things? First of all, abolished death. Second, brought life, and then immortality. നമ്മുടെ രക്ഷകനായ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ 3 കാര്യങ്ങൾ. 1, മരണം നീങ്ങി അല്ലെ നീക്കി. 2, ജീവനും. 3, അക്ഷയതയും വെളിപ്പെടുത്തി.
നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ഈ 3 കാര്യങ്ങളും സംഭവിച്ചു. മരണം നീങ്ങി, അല്ലെ മരണത്തെ നീക്കി, മരണത്തെ തോൽപ്പിച്ചു. abolished death. When Jesus rose again from the dead, Jesus defeated death. He conquered death. മരണത്തെ തോൽപ്പിച്ചു, മരണത്തെ തോൽപ്പിച്ചു. പിന്നെ ജീവൻ, ഏത് ജീവനാണെന്ന് നമുക്കറിയാം? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. അക്ഷയത, ഇമ്മോർട്ടാലിറ്റി. ഇത് രണ്ടും ക്രിസ്തു മനുഷ്യന് വേണ്ടി സമ്പാദിച്ചു. പ്രൈസ് ഗോഡ്. ജീസസ് abolished death and he earned eternal life and immortality for the humanity. ഇത് രണ്ടും, ഈ സംഭവങ്ങൾ നീക്കിയതും സമ്പാദിച്ചതും നടന്നത് എവിടെയാ? On the cross. ഓൺ ദ ക്രോസ്. ക്രൂശില. ക്രൂശ് മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലുമാണ് ഇത് സംഭവിച്ചത്. സ്തോത്രം. അതാണ് എബ്രായർ 2:14-15 കൂടെ നമ്മൾ വായിക്കുന്നത്. ഹീബ്രൂസ് 2:14-15 അവിടെയും നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു തൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി. നമ്മൾ പാട്ടും പാടാറുണ്ട്, സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ. ഇപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വളരെ കുറവാണ് പാടാറുള്ളത്. നമ്മുടെ മക്കളിൽ പലർക്കും ചിലപ്പോൾ ഈ പാട്ടുകളൊന്നും അറിയത്തു പോലും ഇല്ലായിരിക്കും. ഇപ്പൊ മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്തനാഥനെ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ല് തകർന്നതിനാൽ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ആ വാക്യങ്ങളാണല്ലോ അതിനാധാരം. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി എന്ന് വെച്ചാൽ ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മരണം മനുഷ്യരിലേക്ക് കടന്നത് പാപം നിമിത്തമാണ്. പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ അത് നിമിത്തം അകത്ത് കടന്ന മരണത്തിൻ്റെ വിഷമുള്ള ഒടിഞ്ഞു. ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ 1 കൊരിന്ത്യർ 15:54-55 വാക്യങ്ങളിൽ നിന്നും വായിച്ചതും ഇത് തന്നെയാണ്. ഈ മർത്യമായതമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും പ്രാപിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഇങ്ങനെ പാപത്തിനും മരണത്തിനും യേശുക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തി അത് പൂർണ്ണ നിലയിൽ ഫലവത്താകുന്നത്, നിവൃത്തിയാകുന്നത്, അതിൻ്റെ കൺസ്യൂമേഷൻ, അതിൻ്റെ പൂർത്തീകരണമാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. നാം ഇവിടെ കാണുന്നത് അതാണ്. മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിട്ടു. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അപ്പോൾ സകല മരിച്ചവരുടെയും ഉയർത്തെഴുന്നേൽപ്പിനാൽ ഇനിയും മരണത്തിന് മനുഷ്യന്റെ മേൽ അധികാരമില്ലാതെയാകുന്നു. മരണം ഇല്ലാത്തത് കൊണ്ട് മരണത്താൽ വേർപെടുന്ന ആത്മാക്കളെ റിമാൻഡിൽ സൂക്ഷിക്കുന്ന താൽക്കാലിക ഇടമായ പാതാളത്തിനും ഇനിയും സ്ഥാനമില്ല. അതുകൊണ്ട് അതും നീക്കിക്കളഞ്ഞു എന്നർത്ഥം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
ഒന്നുമില്ല. അപ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇനിയുള്ളത് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. നാം 26 രണ്ടാം മരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. Revelation 20 verse 6 also speaks about second death, രണ്ടാം മരണം. മരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. സെപ്പറേഷൻ, thanatos, വേർപാട്. മനുഷ്യനിൽ ഒരു ഭൗതിക അംശവും ഒരു അഭൗമിക അംശവും ഒരു ആത്മീയ അംശവുമാണുള്ളത്. നാം അറിയുന്നത് പോലെ മനുഷ്യനിൽ ഒരു ഭൗമിക അംശം ശരീരം, അഭൗമിക അംശം ദേഹി അല്ലെങ്കിൽ പ്രാണൻ, പിന്നെ ആത്മീയ അംശം ആത്മാവ്. ഇത് മൂന്നുമാണുള്ളത്. ഇതിൽ ആത്മാവും ദേഹിയും ശരീരത്തെ വിട്ടുമാറുന്ന, അവ തമ്മിൽ വേർപെടുന്ന അവസ്ഥയാണ് മരണമെന്ന് നമ്മൾ ശനിയാഴ്ച പഠിച്ചു. സ്തോത്രം. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് 3 മരണങ്ങളെക്കുറിച്ച്. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 3 deaths. സ്തോത്രം. Yeah. Physical, spiritual and eternal death. Okay. അതിൽ ആദ്യത്തേത് ഏതാണ്? ആത്മീയ മരണമാണ് ആദ്യത്തേത്. രണ്ടാമത് ഫിസിക്കൽ, മൂന്നാമത് നിത്യമരണം. അപ്പോൾ 3 മരണങ്ങൾ. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. ആ നിത്യമരണത്തിന്റെ മറ്റൊരു പേരാണ് വെളിപ്പാട് പുസ്തകം അനുസരിച്ച് രണ്ടാം മരണം. ആത്മീയ മരണം ആദ്യം സംഭവിക്കുന്നത് നമുക്കറിയാം 33 തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ആദ്യം സംഭവിക്കുന്നത് അവന്റെ ആത്മതലത്തിലാണ്. ദൈവത്തോടുള്ള ബന്ധം അവൻ്റേത് വിട്ടുപോയി. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം അവൻ്റേത് വിട്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സ്പിരിച്വൽ ഡെത്ത്. സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം എന്ന് പറയുന്നതിന്റെ നിർവചനം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കോൺഷ്യസ് എക്സിസ്റ്റൻസ് ഇൻ സെപ്പറേഷൻ ഫ്രം ഗാഡ്. നേരെ വിപരീതം ആത്മീയ ജീവൻ, കോൺഷ്യസ് എക്സിസ്റ്റൻസ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. ആത്മീയ ജീവന്റെ അർത്ഥമാണിത്. ആത്മീയ ജീവൻ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി ദൈവത്തോട് ഉള്ള കൂട്ടായ്മയിൽ കഴിയുന്ന അനുഭവമാണ്. എന്നാൽ ആത്മീയ മരണം അതിന്റെ വിപരീതം. ബോധപൂർവമായി ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുന്ന ആസ്തികതയാണ്. സ്തോത്രം. ആദാം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവനാദ്യം സംഭവിച്ചത് ദൈവത്തോടുള്ള വേർപാടാണ്. ദൈവത്തിൽ നിന്നുമുള്ള വേർപാട്. ദൈവത്തിൽ നിന്നുമുള്ള വേർപാട്. സ്തോത്രം. ഏറ്റവും ഭയാനകമായ അവസ്ഥയാണത്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വാക്യം കൂടെ ഈ സമയത്തും വായിക്കുന്ന ഉചിതമായിരിക്കും. എഫേസ്യ ലേഖനം 4:18 വാക്യം. Ephesians 4:18. They are darkened in their understanding, alienated from the life of God
because of the That is enough. That is enough. That particular usage is important. Alienated from the life of God. Even while the person is still alive, he's consciously existing. He's not in coma. He may be a genius. He may be a wise man, intelligent, maybe an orator, a debater, a leader, but consciously existing in alienation from the life of God, he is spiritually dead. ആളോ ഏറ്റവും ബുദ്ധിമാനായിരിക്കാം. ഇന്നിപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള മനുഷ്യൻ സൗത്ത് കൊറിയയിലെ ഒരാളാണെന്ന് വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഏതായാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നയാളാണെന്ന വാർത്തയാണ് കണ്ടിട്ടുള്ളത്. സത്യമാണോ AI നിർമ്മിതമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അത് നമുക്ക് വിഷയമില്ല. ഇനിയിപ്പോൾ എത്ര ഏറ്റവും കൂടുതൽ ഐക്യമുള്ളയാളും ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല. നമുക്ക് ആധാരം അവരല്ല. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാനായ ജ്ഞാനിയായ ഒരു മനുഷ്യനായിരിക്കാം. സുബോധത്തോടെ ജീവിക്കുന്നവനാകാം. രോഗമോ കഷ്ടമോ ഒന്നുമില്ല, കോമായിലൊന്നുമല്ല ആള്. പക്ഷേ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും ആളകന്നു കഴിയുകയാണെങ്കിൽ ആ മനുഷ്യൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു. എന്നാൽ ഒരു സാധ്യതയുണ്ട്, അവൻ മരിക്കുന്നതിന് മുമ്പ്, ജഡത്തിൽ ശരീരത്തിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വന്ന് ആത്മീയ ജീവൻ പ്രാപിക്കുവാൻ ഒരു സാധ്യതയുണ്ട്. അവൻ മരിക്കുന്നത് വരെ ആ സാധ്യത അങ്ങനെ നിൽക്കുകയാണ്. മരിക്കുന്നത് വരെ. ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളന്റെ കാര്യം പറഞ്ഞ പോലെ മരണം വരെ അതിൻ്റെ സാധ്യത നിൽക്കുന്നു, പൊതുവെ പറഞ്ഞാൽ. എന്നാൽ ഇങ്ങനെ ആത്മീയമായി മരിച്ച ഒരാൾ ശാരീരികമായ മരണത്തിലൂടെ ചെന്നെത്തുന്ന അവസ്ഥയുടെ പേരാണ് നിത്യമരണം. Eternal death means a spiritual person, a spiritually dead person enters into a particular state by physical death, or the state of a spiritually dead person entering into through physical death is called eternal death. So death is a state, a status, a condition. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മരണത്തെ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ കണ്ടത്. മരണം ഒരു അവസ്ഥയാണ്. ഏതവസ്ഥ? വേർപെട്ടിരിക്കുന്ന അവസ്ഥ. ആത്മീയമായി മരിച്ച ഒരാൾ ശാരീരികമായ മരണത്തിലൂടെ എത്തിപ്പെടുന്ന സ്ഥലവും അവസ്ഥയുമാണ് നിത്യമരണം എന്ന് പറയുന്നത്. ആ നിത്യമരണത്തിന്റെ മറ്റൊരു പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാം മരണം, മരണം, സെക്കൻഡ് ഡെത്ത്. ഒരല്പവും കൂടെ വ്യത്യാസം അതിലുണ്ട് എന്ന് മാത്രം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിത്യമരണം ശാരീരിക മരണത്തിൽ തുടങ്ങുന്നു.
അപ്പോഴും ശരീരം ഭൂമിയിലും ആത്മാവും പ്രാണനും യാതനാസ്ഥലത്തുമാണ്. എന്നാൽ രണ്ടാം മരണം അതിലും കുറെ കൂടെ തീവ്രമാകുന്നത് ഈ ഭൂമിയിൽ ഉറങ്ങുന്ന ശരീരത്തെ ഉയർപ്പിച്ച് യാതനാസ്ഥലത്ത് യാതനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവിനെയും ദേഹിയെയും കൂടെ ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ സന്നിവേശിപ്പിച്ച് ഇവയെ മൂന്നും കൂടെ ഒരുമിച്ച് എന്നേക്കുമായി നരകത്തിയിലേക്ക് തള്ളിക്കളയുന്ന അവസ്ഥ. നിത്യമരണത്തിനകത്ത് അതിൻ്റെ തുടക്കത്തിൽ ശരീരം വേറെയും ആത്മാവും ദേഹിയും വേറെയുമായിട്ടാണ്. എന്നാൽ ഇവിടെ ന്യായവിധി നടക്കുമ്പോൾ ഇതിനെ മൂന്നിനെയും വീണ്ടും ഒരുമിപ്പിക്കുന്നു ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനാൽ. മണ്ണിൽ മയങ്ങുന്ന ശരീരത്തെ ഉയർപ്പിക്കുകയും യാതനാസ്ഥലത്ത് ശിക്ഷാവിധി ന്യായവിധി കാത്ത് യാതനപ്പെട്ട് കിടക്കുന്ന ആത്മാവിനെയും ദേഹിയെയും കൂടെ ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലേക്ക് ആവഹിപ്പിച്ച് സന്നിവേശിപ്പിച്ച് ഈ വ്യക്തിയെ വീണ്ടും ആത്മാവും ദേഹവും ദേഹിയും ഉള്ളവളാക്കി തീർത്ത് ആ മുഴുവാളത്വത്തോടുകൂടെയും അഗ്നി നരകത്തിലേക്ക് തീപ്പൊയ്കയിലേക്ക് എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുന്ന അവസ്ഥയുടെ പേരാണ് രണ്ടാം മരണം, സെക്കൻഡ് ഡെത്ത്. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ നമുക്ക് ലഭിച്ചത് ഈ രണ്ടാം മരണത്തിൽ നിന്നുള്ള വിമോചനമാണ്. ഈ നിത്യമരണത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പാണ്. അതിനാൽ നമുക്ക് ദൈവത്തോടുകൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇരുപതാം അധ്യായത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 20-ാം അധ്യായം ഇന്ന് ഇവിടെ ഉപസംഹരിച്ചിട്ട് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ തൊട്ട് ഒടുവിലത്തെ 2 അധ്യായങ്ങളിലേക്ക് കാലം എല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും എന്ന് പാടുന്നത് പോലെ ആ നിത്യതയിലേക്ക് പഠനത്തിനായി നമുക്കൊന്ന് പ്രവേശിക്കാം. നിങ്ങളുടെ മൗനത്താൽ 20-ാം അധ്യായത്തോട് വിട ചൊല്ലാം എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ക്രിസ്തുയേശുവിലൂടെ ലഭ്യമായ ഈ രണ്ടാം മരണത്തിൽ നിന്നുള്ള വിമോചനത്തിനായി, വിടുതലിനായി, ജീവനായി സ്തോത്രം. എത്രയും പെട്ടെന്ന് മരണവും പാതാളവും കൂടെ നീങ്ങിപ്പോയിട്ട് നിത്യത പുലരുന്ന സ്തോത്രം ഒരു പുലരി വരുന്നു. എന്നാൽ അതിനും ഏറെ മുമ്പേ നമുക്ക് നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള നിത്യത സാധ്യമാണല്ലോ. നമുക്ക് ആ പ്രത്യാശയോടെ ഒരുങ്ങാം. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ, യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് വേണ്ടി സമ്പാദിച്ച ജീവനും അക്ഷയതയും പ്രാപിച്ചവരായി, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവരായി ജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.